ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആത്മീയ തീർത്ഥാടന യാത്രയിൽ ഈ ധ്യാനത്തിലൂടെ കനാൻ പ്രവേശിക്കുവാൻ ഈ നോമ്പുകാലത്തുള്ള ദൈവികമായ ഇടപെടലിൽ അത്ഭുതകരമായി നമ്മളെ വഴി നടത്തുന്ന വലിയ കൃപകൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യും. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദീമിലെത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾ കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ച് പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്ന എന്ത് എന്ന് പറഞ്ഞു. ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പുറപുറത്തു. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിനെ എന്ന് പറഞ്ഞു. മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറിയുവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന് മുമ്പാകെ കടന്നു പോകാം. ഞാൻ ഹോരേബിൽ നിൻ്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടുമെന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണുക മോശ അങ്ങനെ ചെയ്തു. ഇസ്രായേൽ മക്കൾ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്കുന്ന നിമിത്തവും അവൻ ആ സ്ഥലത്തിൻ്റെ മസ പരീക്ഷ എന്നും മെരീബ കലഹം എന്നും പേരിട്ടു. രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്നു ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം മനുഷ്യന് വെള്ളമെന്നുള്ളത് ഭയങ്കര ആവശ്യമായിട്ടുള്ളതാണ്. അവിടെ ആ പിറുപിറുപ്പ് വന്നപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് അവർക്ക് അനുഗ്രഹം നൽകുകയാണ്. ആ തിരഞ്ഞെടുക്കുന്ന അവർക്ക് ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മോശയ്ക്ക് ദൈവം അനുഗ്രഹം നൽകുക. അപ്പോൾ മോശയ്ക്ക് ശേഷം യോശുവ 10-ാം അധ്യായത്തിൽ മോശ തന്നോട് പറഞ്ഞ പോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിന് മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈ ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്ത് വെച്ചു. അവർ അതിന്മേൽ ഇരുന്നു. അഹരോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്നു. അവൻ്റെ കൈ താങ്ങി. അങ്ങനെ അവൻ്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു. യോശുവ അമാലേക്കിനെ അവൻ്റെ ജനത്തെയും വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിലെഴുതി യോശുവയെ കേൾപ്പിക്കാം. ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൽ അശേഷം മായ്ച്ചു കളയുമെന്ന് കൽപ്പിച്ചു. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. അതിൽ യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ട് എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ദൈവസന്നിധിയിൽ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന യുദ്ധത്തിൽ ദൈവം അവർക്ക് വിജയം കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ പലവിധ ഫൈറ്റുകൾ, പലവിധ വ്യക്തി അനുഭവങ്ങൾ, പൈശാചിക ചിന്തകളിലൂടെ ഫൈറ്റ് ചെയ്താണ് മുൻപോട്ട് പോകുന്നത്. പരസ്പരം ആരെയും സ്നേഹവും സന്തോഷവും ഇല്ലാത്തൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്. നല്ല ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അവൻ ശക്തമായിട്ട് മുൻപോട്ട് പോകാൻ അവനിലുള്ള ദൈവിക ശക്തി അവനെ വഴി നടത്തിക്കൊള്ളും. ആ ദൈവിക ശക്തി അവനെ വഴി നടത്താൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പലവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളും കാണും. പെറുവിറുക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന ദൈവശക്തി പ്രാപിച്ച് ഇസ്രായേൽ മക്കളെ വഴി നടത്തിയ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെയും വഴി നടത്തുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോകും. കനാനിൽ പ്രവേശിക്കാം. കണ്ണുകളറിയാൻ പ്രാർത്ഥിക്കാം. കർത്താവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ ദൈവശക്തി നൽകി കനാൻ പ്രവേശനം അത്ഭുതകരമായിട്ട് ഈ നോമ്പ് ധ്യാനത്തിലൂടെ നൽകണമേ. ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും കുടുംബങ്ങൾക്കും അനുഗ്രഹത്തിൻ്റെ മേലെ അനുഗ്രഹം ചൊരിയിക്കണം. ശക്തി പകരണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു മൂലം തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.